കണ്ണൂർ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിൽ പ്രതികളുടെ ജാമ്യ ഹർജിയിൽ ഇന്ന് വിധി പറയും. വകുപ്പ് മേധാവി ഡോക്ടർ റാം, സംഗീത നമ്പ്യാർ എന്നിവരുടെ ജാമ്യാപേക്ഷയാണ് കോടതി പരിഗണിക്കുന്നത്. തലശ്ശേരി സെഷൻസ് കോടതിയാണ് ഹർജി പരിഗണിക്കുന്നത്. ഇന്നലെ നിതിൻ രാജിന്റെ അച്ഛനെ കേസിൽ കക്ഷി ചേർത്തിരുന്നു. ഇവരുടെ വാദം ഇന്ന് കോടതി കേൾക്കും. നിതിൻ ആശുപത്രി കെട്ടിടത്തിന് മുകളിൽ നിന്ന് ചാടി മരിച്ച ദിവസം പ്രിൻസിപ്പാളുടെ മുറിയിൽ വെച്ച് നടന്ന ചോദ്യം ചെയ്യലിൽ ഡോക്ടർ റാമും സംഗീതയും ഉണ്ടായിരുന്നില്ല എന്നതാണ് ഇവരുടെ അഭിഭാഷകർ കോടതിയെ അറിയിച്ചത്. ലോൺ ആപ്പുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കമാണ് ആത്മഹത്യയ്ക്ക് കാരണം എന്നതാണ് കോളേജ് മാനേജ്മെന്റും പറയുന്നത്. ജാതീയ അധിക്ഷേപവും മാനസിക പീഡനവും പ്രതികളായ അധ്യാപകരുടെ ഭാഗത്തു നിന്നും നിരന്തരം ഉണ്ടായി എന്ന വാദമാണ് പ്രോസിക്യൂഷൻ മുന്നോട്ട് വയ്ക്കുന്നത്. അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജ് വിദ്യാർത്ഥിയായ നിതിൻ രാജ് ജീവനൊടുക്കിയ കേസിൽ പ്രതികളായ ഡോക്ടർ റാമിനും സംഗീത നമ്പ്യാർക്കും ഇന്ന് നിർണായകമാണ്. പ്രതികളുടെ ജാമ്യ ഹർജിയിൽ ഇന്ന് കോടതി വിധി പറയും. തലശ്ശേരി സെഷൻസ് കോടതിയാണ് ഹർജി പരിഗണിക്കുന്നത്. ഇന്നലെ നിതിൻ രാജിന്റെ അച്ഛനെ കേസിൽ കക്ഷി ചേർത്തിരുന്നു. ഇവരുടെ വാദം ഇന്ന് കേൾക്കും. നിതിൻ ആശുപത്രി കെട്ടിടത്തിന് മുകളിൽ നിന്നും ചാടി മരിച്ച ദിവസം പ്രിൻസിപ്പലിന്റെ മുറിയിൽ വെച്ച് നടന്ന ചോദ്യം ചെയ്യലിൽ ഡോക്ടർ റാമും സംഗീതയും ഉണ്ടായിരുന്നില്ല എന്നതാണ് ഇരുവരുടെയും അഭിഭാഷകർ കോടതി അറിയിച്ചിട്ടുള്ളത്. ലോൺ ആപ്പുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കമാണ് നിതിന്റെ ആത്മഹത്യയ്ക്ക് കാരണം എന്നും കോളേജ് മാനേജ്മെന്റും പറയുന്നുണ്ട്. എന്നാൽ ജാതീയ അധിക്ഷേപവും മാനസിക പീഡനവും പ്രതികളായ അധ്യാപകരുടെ ഭാഗത്തു നിന്നും നിരന്തരം ഉണ്ടായി എന്ന വാദമാണ് പ്രോസിക്യൂഷൻ മുന്നോട്ട് വയ്ക്കുന്നത്. ഈ ഒരു കേസ് അട്ടിമറിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത് എന്നടക്കമുള്ള ആരോപണങ്ങൾ നിതിന്റെ കുടുംബം ഉയർത്തിയിരുന്നു. ഈ ലോൺ ആപ്പുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ് നിതിന്റെ ആത്മഹത്യയ്ക്ക് കാരണം എന്ന് വരുത്തി തീർക്കാനാണ് ശ്രമിക്കുന്നത് എന്നടക്കമുള്ള ആരോപണങ്ങൾ നിതിന്റെ കുടുംബം ഉന്നയിക്കുകയുണ്ടായി. ഈ ഒരു കേസിൽ ലോൺ ആപ്പുമായി ബന്ധപ്പെട്ട ഒരു തർക്കമാണ് ഈ ഒരു ആത്മഹത്യയ്ക്ക് കാരണം എന്നതാണ് കോളേജ് മാനേജ്മെന്റിന്റെ വാദം. ഈ ഒരു വാദത്തിൽ തന്നെയാണ് കോളേജ് മാനേജ്മെന്റ് ഉറച്ചു നിൽക്കുന്നത്. എന്നാൽ ജാതീയമായ അധിക്ഷേപം ഉണ്ടായി എന്നതാണ് നിതിന്റെ കുടുംബം പറയുന്നത്. ഏതായാലും ഈ ഒരു കേസിൽ ഇന്ന് ഈ പ്രതികളായ ഡോക്ടർ എം കെ റാമിന്റെയും സംഗീത നമ്പ്യാറിന്റെയും ജാമ്യ ഹർജിയിൽ ഇന്ന് കോടതി വിധി പറയും. തലശ്ശേരി കോടതിയാണ് ഇന്ന് ഈ രണ്ടുപേർ പ്രതികളുടെയും ജാമ്യ ഹർജിയിൽ വിധി പറയുന്നത്.